വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൈനിക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉറി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഉറി ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. കശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണമാണിതെന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു. ഇന്ത്യ തെളിവുകളില്ലാതെയാണ് തങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്നും ഇക്കാര്യത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. UN പൊതുസഭയിൽ പങ്കെടുത്ത ശേഷം ലണ്ടനിൽ വെച്ചാണ് നവാസ് ഷെരീഫിന്റെ പ്രതികരണം. ഉറി ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കശ്മീർ ഉപമുഖ്യമന്ത്രി നിർമ്മൽ സിംഗ്. കശ്മീർ പ്രശ്നത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും നിർമ്മൽ സിംഗ് കോഴിക്കോട് പറഞ്ഞു. So far as Pakistan is concerned, Pakistan is directly sending its terrorists, its people to Jammu and Kashmir to create chaos and disorder as has happened in Uri. Now Pakistan has to face it because Pakistan is not looking to the reasons. Pakistan is not understanding the thing that the terrorism which she created ultimately is going to damage Pakistan more. വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ഭിന്നത. BJPയുമായുള്ള BDJSന്റെ ബന്ധം നഷ്ടക്കച്ചവടമാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ തുഷാർ രംഗത്ത്. അഭിപ്രായം വെള്ളാപ്പള്ളിയുടേത് മാത്രമാണെന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല BJPയുമായി ബന്ധം തുടങ്ങിയതെന്നും തുഷാർ പറഞ്ഞു. എന്ന് പറയാനൊക്കെ ഞാൻ BDJS പറയേണ്ടത്. ഗുണമുണ്ടോ ഗുണമില്ലേ, ലാഭമാണോ നഷ്ടമാണോ എന്നില്ല. താങ്കളുടെ ഒരു വിലയിരുത്തലിൽ എന്തെങ്കിലും കാരണം ഇതുവരെ വന്നതിൽ വെച്ചുകൊണ്ടുള്ള നഷ്ടക്കച്ചവടത്തിന്റെ കണക്ക് പറയാനൊക്കെ ഉള്ളത്. അതിന് ഗുണത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇപ്പോഴും വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു നഷ്ടക്കച്ചവടമായി പോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അത് SNDP യോഗത്തിന്റെ അഭിപ്രായമായിരിക്കും പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് കുമ്മനം രാജശേഖരൻ. BDJSയുമായി സഖ്യം തുടരണമെന്നാണ് BJPയുടെ ആഗ്രഹം. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് BDJS ആണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. NDAയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് UDFനും LDFനും എതിരായിട്ടുള്ള ഒരു ജനകീയ വികാരത്തെ ഉയർത്തിപ്പിടിക്കുകയും LDFനും UDFന്റെയും ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടിനും ബദലായിട്ടുള്ള രാഷ്ട്രീയ ശക്തി എന്ന നിലയ്ക്കാണ് ഇന്ത്യ. BDJS ഈ നാളിതുവരെ BJPയുമായിട്ട് യോജിച്ച് NDAയിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒപ്പം പ്രവർത്തിക്കുകയാണ്. അതിപ്പം ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് BDJSന്റെ നേതാക്കൾ ഇവിടെ ഉണ്ട്. അവരുടെ നിലപാടെന്താണെന്ന് അവരാണ് പറയേണ്ടത്. BJP ദേശീയ കൌൺസിലിൽ മുതിർന്ന നേതാവ് PP മുകുന്ദന് അവഗണന. കൌൺസിലിന്റെ ഭാഗമായ ഒരു ചടങ്ങിലും സംസ്ഥാന നേതൃത്വം മുകുന്ദനെ ക്ഷണിച്ചില്ല. BJPയിലെ 3 ഗ്രൂപ്പുകളും മുകുന്ദനെ ഒഴിവാക്കാൻ ഒരുമിച്ചു. BJPയുടെ മുതിർന്ന നേതാവും ഒരു കാലത്ത് പാർട്ടിയിലെ സർവ്വശക്തനുമായിരുന്ന PP മുകുന്ദനെ ദേശീയ കൌൺസിൽ പൂർണ്ണമായും തഴഞ്ഞു. കൌൺസിലിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥ പീഡിതരെയും 1967 ജനസംഘം ജനറൽ കൌൺസിൽ പങ്കെടുത്ത മുതിർന്ന നേതാക്കളെയും ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിലേക്ക് മുകുന്ദന് ക്ഷണമില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷം അറസ്റ്റിലായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കപ്പെട്ട മുകുന്ദൻ അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമാണ് ജയിൽ മോചിതനായത്. എന്നാൽ ഈ ത്യാഗങ്ങളെല്ലാം പാർട്ടിയിലെ പുതിയ നേതൃത്വം അവഗണിച്ചു. 1967 കോഴിക്കോട്ട് വെച്ച് നടന്ന ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ ഞങ്ങൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചുമതലപ്പെട്ട ആളുകൾ ക്ഷണിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെ ദേശീയ പ്രാധാന്യമുള്ള ചടങ്ങ് കോഴിക്കോട്ട് നടക്കുമ്പോൾ തൊട്ടടുത്ത് കണ്ണൂർ പേരാവൂരിലെ വസതിയിൽ വിശ്രമിക്കുകയാണ് PP മുകുന്ദൻ. തനിക്ക് പരിചയമില്ലാത്ത ചില പ്രാദേശിക നേതാക്കളാണ് തന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്ന് PP മുകുന്ദൻ പീപ്പിളിനോട് പറഞ്ഞു. PP മുകുന്ദനെ ഒഴിവാക്കുന്നതിനായി പാർട്ടിയിലെ 3 ഗ്രൂപ്പുകളും ഒരുമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള PP മുകുന്ദനെ അവഗണിച്ചതിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമർഷം ശക്തമാണ്. PV കുട്ടൻ, കോഴിക്കോട്. DGP ജേക്കബ് തോമസിന് പാലായിൽ വിലക്ക്. KM മാണിക്കെതിരായ ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാലാ സെന്റ് തോമസ് കോളേജിലെ പരിപാടിയിൽ നിന്ന് ജേക്കബ് തോമസിനെ ഒഴിവാക്കിയത്. 4 മാസം മുമ്പ് ക്ഷണിച്ച പരിപാടിയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. പാലാ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സെപ്റ്റംബർ 29 നടത്താനിരുന്ന പ്രഭാഷണവും അവാർഡ് ദാനവും അടക്കമുള്ള പരിപാടിയിൽ മുഖ്യ അതിഥിയായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ 4 മാസം മുമ്പാണ് ക്ഷണിച്ചിരുന്നത്. പരിപാടിയുടെ നോട്ടീസ് അച്ചടിച്ച് ഇറക്കുകയും പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ടു പോവുകയും ചെയ്തു. പക്ഷേ ബാർക്കോഴ കേസിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിൽ ജേക്കബ് തോമസിനെ തടയാൻ
KM മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് എം നേതാക്കൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ KSCയെ മുൻനിർത്തി മാനേജ്മെന്റിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ജേക്കബ് തോമസ് എത്തിയാൽ കരിങ്കൊടി കാണിക്കുമെന്ന നിലപാട് KSC എടുത്തതോടെ മാനേജ്മെന്റ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പരിപാടി റദ്ദാക്കിയതായി ജേക്കബ് തോമസിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ജേക്കബ് തോമസ് തയ്യാറായിട്ടില്ല. അതേസമയം പരിപാടി റദ്ദാക്കിയിട്ടില്ലെന്നും നവംബർ മാസത്തിലേക്ക് മാറ്റിവെക്കുക മാത്രമാണെന്നുമാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. നവംബർ മാസത്തിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ജേക്കബ് തോമസിനെ മാറ്റി മറ്റൊരു മുഖ്യാതിഥിയെ കണ്ടെത്തണമെന്നും KM മാണി അടക്കമുള്ള നേതാക്കൾ മാനേജ്മെന്റിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ഒഴിവുള്ള സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് തിരുവനന്തപുരത്ത് തുടരുന്നു. MBBSൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 8 സീറ്റും സ്വാശ്രയ കോളേജുകളിലെ 70 സീറ്റും അടക്കം 78 സീറ്റുകളിലേക്കാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. സർക്കാർ ഡെന്റൽ കോളേജുകളിലെ 21 സീറ്റുകളിലേക്കും സ്വാശ്രയ ഡെന്റൽ കോളേജുകളിലെ 198 സീറ്റിലേക്കും സ്പോട്ട് അലോട്ട്മെന്റ് നടക്കും. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഭൂമി 1 ഇഞ്ച് പോലും നഷ്ടപ്പെടുത്തില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ട ഭൂമി നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അതിൻ്റെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാൽ സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ട ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കാനും അത് സർക്കാരിൻ്റെ ഒരു പൊതു മുതൽ എന്ന രീതിയിൽ അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഏർപ്പാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ യാതൊരു വീഴ്ചയും വരില്ല. ഫ്രാൻസിൽ നിന്ന് 36 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഇന്ത്യക്ക് യാതൊരു ഗുണവും ചെയ്യുന്നതല്ലെന്ന് മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി. സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിനു കൂടി വ്യവസ്ഥ ചെയ്തുകൊണ്ട് 126 വിമാനങ്ങൾ വാങ്ങാൻ UPA സർക്കാർ കരാർ ഒപ്പുവെച്ചതാണ്. എന്നാൽ ഈ കരാർ റദ്ദാക്കിയുള്ള മോദി സർക്കാരിന്റെ പുതിയ കരാർ കാര്യക്ഷമമല്ലെന്നും AK ആന്റണി ആരോപിച്ചു. വാഷിംഗ്ടണിൽ വെടിവയ്പ്. ബർലിംഗ്ടൺ മാളിലാണ് വെടിവയ്പുണ്ടായത്. 4 പേർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. സംഭവസ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. അക്രമിക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ തിളങ്ങുന്ന മാളവിക തമ്പി എന്ന കൊച്ചു പ്രതിഭയെ പരിചയപ്പെടാം. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മാളവിക 3 പുസ്തകങ്ങളുടെ രചയിതാവാണ്. മികവ് തെളിയിച്ച ഒരു കലാകാരി കൂടിയുമാണ് മാളവിക. ഈ പെൺകുട്ടി ഒരു സംഭവാട്ടോ. മാളവിക തമ്പി എന്ന 12 വയസ്സുകാരിയുടെ 2ാമത്തെ പുസ്തകമാണിത്. പുസ്തകത്തിന്റെ പേര് അന്വർത്ഥമാക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മാളവിക തമ്പി പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപോലെ ശോഭിക്കുന്നു. 9ാം വയസ്സിൽ തുടങ്ങി ഇതിനകം 3 പുസ്തകങ്ങൾ രചിച്ചു മാളവിക. എൻ്റെ ആദ്യത്തെ പുസ്തകം ഗേൾസ് ആൻഡ് ബോയ്സ് കം ഔട്ട് ടു റീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 കഥകളുടെ ആന്തോളജിയാണ്. പിന്നെ രണ്ടാമത്തേത് ഒരു ചെറിയ കുട്ടികൾക്കുള്ള ഒരു നോവലാണ്, എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾക്കായിട്ട്. അതിൻ്റെ പേര് ഈ പെൺകുട്ടി ഒരു സംഭവാട്ടോ എന്നാണ്. മൂന്നാമത്തത് ജംഗിൾ ബുക്കിൻ്റെ ട്രാൻസ്ലേഷനാണ്. പുസ്തകങ്ങളിലെ ചിത്രങ്ങൾ വരച്ചതും മാളവിക തന്നെയാണ്. എഴുത്തിനൊപ്പം നൃത്തത്തിലും അഭിനയത്തിലും അവതരണത്തിലുമെല്ലാം പ്രതിഭ തെളിയിച്ചു. എല്ലാത്തിലും ഒട്ടേറെ അംഗീകാരങ്ങളും മാളവിക സ്വന്തമാക്കി. ഇപ്പോഴും മാളവിക തിരക്കിലാണ്. IFS ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം, ഇന്ത്യൻ ഫോറിൻ സർവീസ്. കാരണം എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് കുറേ കഥകളും തീംസും ഒക്കെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അതാവണമെന്നാണ് ആഗ്രഹം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപികയായ ഡോക്ടർ മായാമാധവന്റെ മകളാണ് മാളവിക തമ്പി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോ ട്രയൽ റൺ പുരോഗമിക്കുന്നു. മുട്ടം മുതൽ പാലാരിവട്ടം വരെയാണ് ട്രയൽ റൺ. ആദ്യമായാണ് മെട്രോ ഇത്രയും ദൂരം ട്രയൽ റൺ നടത്തുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇത്രയധികം വേഗത്തിൽ ഇത്ര ദൂരം ആദ്യമായാണ് മെട്രോയുടെ ട്രയൽ റൺ ഓട്ടം നടക്കുന്നത്. ഏതു രീതിയിൽ പുരോഗമിക്കുന്നു? മറ്റു വിവരങ്ങൾ കൂടി. 3:30 മെട്രോ ട്രെയിൻ മുട്ടം യാർഡിൽ നിന്ന് യാത്ര തുടങ്ങിയത്. ആദ്യം 10 കിലോമീറ്റർ വേഗതയിലാണ് മെട്രോ യാത്ര തുടങ്ങിയത്. പിന്നീട് ക്രമേണ അത് 90 കിലോമീറ്റർ വേഗതയിൽ വരെ മെട്രോ കുതിച്ചു. ആലുവ മുട്ടം യാർഡ് മുതൽ പാലാരിവട്ടം വരെയായിരുന്നു പരീക്ഷണ ഓട്ടം നടത്തിയത്. നേരത്തെ മുട്ടം യാർഡ് മുതൽ കളമശ്ശേരി വരെയും ഇടപ്പള്ളി വരെയും എല്ലാം നേരത്തെ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ ആദ്യമായാണ് മുട്ടം യാർഡ് മുതൽ പാലാരിവട്ടം ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരം മെട്രോ യാത്ര നടത്തുന്നത്.
അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയെന്ന് നമുക്ക് പറയാം. ആദ്യഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ക്രമേണ ഇതിന്റെ വേഗത വർദ്ധിപ്പിച്ച് 90 കിലോമീറ്റർ വേഗതയിൽ വരെ മെട്രോ കുതിക്കും. വളരെ വിജയകരമായി എന്നുള്ളത് തന്നെയാണ് മെട്രോ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വർഷം അവസാനത്തോടെ മെട്രോ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് DMRC ഉപദേഷ്ടാവായിട്ടുള്ള E. ശ്രീധരൻ പറഞ്ഞത്. എന്തായാലും സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടുന്നത് അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ ആദ്യഘട്ടം, അതായത് ആലുവ മുതൽ മഹാരാജാസ് കോളേജ് വരെയുള്ള ദൂരം കൊച്ചി മെട്രോ സർവീസ് നടത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കൂടുതൽ വേഗതയിൽ വളരെ വിജയകരമായി തന്നെ പരീക്ഷണോട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമഘട്ട മലനിരകളിൽ വ്യാപക കയ്യേറ്റം. റവന്യൂ ഭൂമിയും വനഭൂമിയും ഭൂമാഫിയകൾ വ്യാപകമായി കയ്യേറുന്നു. ചെങ്ങറ സമരക്കാർക്ക് നൽകിയ ഭൂമിയും മാഫിയകൾ കൈയടക്കി. ഹോം സ്റ്റേകളുടെ മറവിലും കയ്യേറ്റം നടക്കുകയാണ്. ഭൂരിഭാഗം ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ്. മൂന്നാറിന് പിന്നാലെ ഇടുക്കിയുടെ അതിർത്തി ഗ്രാമമായ കാന്തല്ലൂരിലാണ് പശ്ചിമഘട്ട മലകൾ ഇടിച്ചു നിരത്തിയും സർക്കാർ ഭൂമി കയ്യേറിയും അനധികൃത ഹോം സ്റ്റേകൾ പെരുകുന്നത്. പുറമേ നിന്നുള്ളവരും തദ്ദേശീയരുമായ ചിലരാണ് ഭൂമി കയ്യേറ്റത്തിന്റെ പിന്നിൽ. ചെങ്ങറ ഭൂസമരത്തിൽ പങ്കെടുത്തവർക്ക് സർക്കാർ ചന്ദ്രമണ്ഡലത്തിൽ നൽകിയ ഭൂമി പോലും കയ്യേറിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ രേഖയിൽ വനമെന്ന് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളും ഭൂമാഫിയ കൈയടക്കി. പണ്ട് ഫോറസ്റ്റ് ആയിരുന്ന സ്ഥലം പോലും ഇവർ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ജെണ്ട മാറ്റിക്കെട്ടി മൊത്തം ഏക്കറുകൾ ഈ മല മുഴുവനും ഗ്രാൻഡിസ് പിടിപ്പിച്ചേക്കുന്നത്. ഇതൊക്കെ വൻകിട മുതലാളിമാരാണ്. പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് നേടാതെയാണ് പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് മുൻകൂർ അനുമതി വേണ്ടെന്ന പഴുതുപയോഗിച്ചാണ് മേഖലയിലെ വൻകിട നിർമ്മാണം അരങ്ങേറുന്നത്. ജില്ലാ ടൂറിസം വകുപ്പിന്റെ ലൈസൻസും ഇവിടെ പല ഹോം സ്റ്റേകൾക്കുമില്ല. വ്യാപകമായ രീതിയിൽ റവന്യൂ ഭൂമിയും വനഭൂമിയും കയ്യേറിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. കാന്തല്ലൂർ വട്ടവട പ്രദേശങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളിലാണ് വൻകിട കയ്യേറ്റങ്ങൾ നടക്കുന്നത്. വനം വകുപ്പിന്റെ പഴയ രേഖകളിൽ വനമായി തന്നെ നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയാണ് വൻകിടക്കാർ കൈയടക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. വി സ്റ്റാർ എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് തൃശൂർ ശോഭ സിറ്റി മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. വി സ്റ്റാർ ചെയർപേഴ്സൺ ഷീല കൊച്ചൌസെഫ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശോഭ സിറ്റി മാളിന്റെ 1ാം ഫ്ലോറിൽ ആരംഭിച്ച ഔട്ട്ലെറ്റിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ട അതിനവീനമായ ഇന്നർവെയർ ശ്രേണികളും ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. വി സ്റ്റാറിന്റെ തൃശൂരിലെ 2ാമത്തെ ഔട്ട്ലെറ്റാണ് ശോഭ സിറ്റി മാളിൽ തുറന്നത്. സ്വർണ്ണക്കടകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. പഴയ ആഭരണങ്ങളുടെ വാങ്ങൽ നികുതിയിൽ ഒരു കച്ചവടക്കാരൻ നിലവിലുള്ളതിന്റെ 5 ഇരട്ടി തുക അടയ്ക്കണമെന്നുള്ള വാണിജ്യ നികുതി വകുപ്പിൽ നിന്നുള്ള നോട്ടീസ് സ്വർണ്ണ വ്യാപാരികളെ ആത്മഹത്യയിലേക്ക് നയിക്കും. പല കടകളും പൂട്ടേണ്ടി വരുമെന്നും ചെറുകിടക്കാരെ മാത്രമല്ല വൻകിട സ്വർണ്ണ വ്യാപാരികളെ പോലും ബുദ്ധിമുട്ടിലാക്കുമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AKGSMA പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്ര, ജനറൽ സെക്രട്ടറി PC നടേശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ രാഷ്ട്രങ്ങളുടെ കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും വലിയ സമാഹാരത്തിന്റെ ഉടമയാണ് കാസർഗോഡ് പള്ളിക്കര കുട്ടക്കനി സ്വദേശി ഗംഗാധരൻ. ഗൾഫിലെ പ്രവാസ ജീവിതകാലത്ത് വെറുതെ തുടങ്ങിയ ഹോബിയാണ് ഗംഗാധരനെ ഇങ്ങനെയൊരു നേട്ടം സ്വന്തമാക്കാൻ അവസരം ഒരുക്കിയത്. നാട്ടിലെത്തിയിട്ടും ഈ രംഗത്ത് സജീവമാണ് ഗംഗാധരൻ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യപൂർവ കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും വലിയ സമാഹാരത്തിന്റെ ഉടമയാണ് കാസർഗോഡ് പള്ളിക്കര കൂട്ടക്കനി സ്വദേശി ഗംഗാധരൻ. UAE-യിലെ 19 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഗംഗാധരന് വിലമതിക്കാനാവാത്ത കറൻസി നോട്ടുകളുടെയും നാണയങ്ങളുടെയും സമാഹാരമാണ്. സമ്പാദ്യത്തിൽ ഒരു ഭാഗം ഗംഗാധരൻ ചെലവഴിച്ചത് കറൻസി നോട്ടുകളും നാണയങ്ങളും സ്വന്തമാക്കാനാണ്. ഞാൻ ഷാർജയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പല സുഹൃത്തുക്കളുടെ കയ്യിലും പല രാജ്യത്തിന്റെ കറൻസി കാണുമ്പോൾ വെറുതെ ഒരു രസത്തിന് 2-3 ഇങ്ങനെ ശേഖരിച്ചു തുടങ്ങിയിട്ടാകുമ്പോഴാണ് അതിലുള്ള ഒരു സ്പിരിറ്റ് നമുക്ക് മനസ്സിലായത്. അതുപോലെ ഇത് ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം കുറച്ച് രാജ്യങ്ങളെയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ ആ റേഞ്ചിന് പുറത്തുള്ള രാജ്യങ്ങളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. 88 രാജ്യങ്ങളിലെ നാണയങ്ങളും 95 രാജ്യങ്ങളിലെ കറൻസി നോട്ടുകളും ഗംഗാധരന്റെ സമാഹാരത്തിലുണ്ട്. ഇപ്പോൾ നിലവിലില്ലാത്ത USSR, യുഗോസ്ലോവിയ തുടങ്ങിയ രാജ്യങ്ങളുടെ കറൻസികളും എന്ന് പ്രചാരത്തിലില്ലാത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാണയങ്ങളും ഗംഗാധരൻ സ്വന്തമാക്കിയിട്ടുണ്ട്.
ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗംഗാധരന്റെ തീരുമാനം. കറൻസി കളക്ഷൻ എന്ന ഹോബി നമുക്ക് ഒരുപാട് പണച്ചെലവിലുള്ള ഒരു ഹോബി കൂടിയാണ്. ഇപ്പോഴും എന്റെ ശ്രമം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 44 ലക്ഷത്തിന്റെ അടുത്ത് യുഗോസ്ലാവിയുടെ എന്റെ കയ്യിലുള്ള ഒരു കറൻസിക്ക് വിലയുണ്ട് എന്നാണ് യു എക്സ്ചേഞ്ച് പോലുള്ള എക്സ്ചേഞ്ചുകളിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. പ്രവാസ ജീവിതം മതിയാക്കിയ ഗംഗാധരൻ ഇപ്പോൾ നാട്ടിൽ തയ്യൽ കട നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഈ വർഷത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 9 മുതൽ 16 വരെയായി തലസ്ഥാനത്ത് നടക്കും. 15,000 പ്രതിനിധികൾക്കായി പാസ് നിജപ്പെടുത്താനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. നവംബർ 5 മുതൽ 25 വരെയാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടക്കുക. 180ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുന്നത്. ഡിസംബർ 9 മുതൽ 16 വരെയായി തലസ്ഥാനത്തെ വിവിധ തിയേറ്ററുകളിലായി നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ആദ്യ ജനറൽ കൌൺസിൽ വിലയിരുത്തി. ഇത്തവണ 15,000 പ്രതിനിധികൾക്കായി പാസ് നിജപ്പെടുത്താൻ മേളയുടെ സംഘാടക സമിതി തീരുമാനിച്ചു. തിയേറ്ററുകളുടെ കുറവ് കാരണമാണ് തീരുമാനം. സാംസ്കാരിക മന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നവംബർ 5 മുതൽ 25 വരെയാണ് ചലച്ചിത്രമേളയ്ക്കുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടക്കുക. 26 മുതൽ 30 വരെയും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. എന്നാൽ 200 രൂപ അധികം നൽകേണ്ടി വരുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. നവംബർ 5 തുടങ്ങിയിട്ട് നവംബർ 25 വരെയാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഉള്ളത്. 25 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 25 ശേഷം 26 മുതൽ 30 വരെ ലേറ്റായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അതിന് നമ്മൾ ലേറ്റ് ഫീ എന്നുള്ള രീതിയിൽ സാധാരണ ഡെലിഗേറ്റ് പാസ് വാങ്ങിക്കുന്നതിനേക്കാളും ചെറിയൊരു തുക കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. പ്രതിനിധികൾക്ക് 500 രൂപയും വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് പാസ് നിരക്ക്. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് മേളയുടെ ആശയം. 600 ചിത്രങ്ങൾ എത്തിയതിൽ നിന്ന് 180ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുക. കൂടാതെ ചലച്ചിത്ര രംഗത്ത് നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞവർക്ക് മേള ആദരാഞ്ജലിയും അർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ ആക്രമണം. 4 പേർക്ക് പരിക്കേറ്റു. അസീസിയ മെഡിക്കൽ കോളേജ് ഉടമയും ഗുണ്ടകളും ചേർന്നാണ് ആക്രമിച്ചതെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. തോക്ക് ചൂണ്ടിയായിരുന്നു മർദ്ദനം. എന്നാൽ തന്റെ വീട് ആക്രമിച്ചെന്ന് അസീസിയ മെഡിക്കൽ കോളേജ് ഉടമ അസീസ് ആരോപിച്ചു. ആശുപത്രിക്ക് മുന്നിൽ ജീവനക്കാർ നടത്തിവരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബിജു കഴിഞ്ഞ 5 ദിവസമായി നിരാഹാരമനുഷ്ഠിക്കുന്നതിന്റെ പ്രചരണ പോസ്റ്റർ പതിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. മെഡിക്കൽ കോളേജ് ഉടമ അസീസിന്റെ വീടിന് മുൻപിൽ പോസ്റ്റർ പതിക്കുന്നതിനിടെയാണ് വാഹനത്തിലെത്തിയ ഒരു സംഘം ഗുണ്ടകൾ ഇതിനെ ചോദ്യം ചെയ്ത് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. അസീസിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കു ചൂണ്ടി വീടിനുള്ളിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. ഇവനെ വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവനായിട്ട് ഫുള്ള് ഇവന്റെ 2 കൈ ബാക്കിലോട്ട് വെച്ചിട്ടാണ് ഇവന്റെ നെഞ്ചത്താണ് മൊത്തം മുള വെച്ച് അടിച്ചത്. 4 പേരും കൂടി ചേർന്ന് കൈ ബാക്കിൽ കെട്ടി വെച്ചിട്ട് എന്നെ കമ്പി കഷ്ണം കൊണ്ട് എൻ്റെ കാലിനടിച്ചതിന് ശേഷം അങ്ങനെ തിരിഞ്ഞ് എൻ്റെ നെഞ്ചത്ത് അടിച്ചു. നെഞ്ചത്ത് അടിച്ച് എന്നെ വീടിനകത്ത് അകത്തിയിട്ട് പൂട്ടിയിട്ട് തോക്ക് കൊടുത്തുകൊണ്ടൊന്നും ഭീഷണിപ്പെടുത്തി. ആരാ നിന്റെ കൂടെ വന്നവർ അവരെല്ലാം പറഞ്ഞതാണെന്നും പറഞ്ഞു. എന്നാൽ അസീസി ഉടമ താൻ ആരെയും ആക്രമിച്ചിട്ടില്ലെന്ന് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.